അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഇന്നത്തെ പരിപാടി ആലു മേത്തി സബ്ജി ഉണ്ടാക്കലാണ് കേട്ടോ. നമ്മുടെ ഉലുവേലിയില്ലേ നാട്ടിൽ കിട്ടുന്ന, അപ്പോൾ അതിവിടെ ഞാൻ സബ്ജി ഉണ്ടാക്കലാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കടുകെണ്ണയിലൊക്കെ. അപ്പോൾ അത് കഴുകിതാ മുറിച്ച് വെച്ചു. ഇത്തിരി പാടാണ് കേട്ടോ അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി. അത് ഉണ്ടാക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, കഴുകാനും മുറിക്കാനും വൃത്തിയാക്കാനൊക്കെ നല്ല പാടാണ്. അപ്പോൾ ഒരുവിധം അതും മുറിച്ചു, ആലുവും മുറിച്ചു, നമ്മുടെ ഉരുളക്കിഴങ്ങും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിയിലൊരു ചീനച്ചട്ടി വേണം കേട്ടോ. അതിലേക്ക് കടുകെണ്ണ ഞാൻ ഒഴിക്കുവാണ്. കടുകെണ്ണ നല്ലപോലെ ചൂടായി ഇരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ലപോലെ ചൂടായിട്ട് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ജീരകം ഇടുക. കുറച്ചധികം ഓയിൽ വേണം കേട്ടോ, എന്നെങ്കിൽ സബ്ജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യൻ കറി എന്ന് പറയുന്നതൊക്കെ, സബ്ജി എന്നൊക്കെ പറയുന്നത് ഓയിൽ കൂടിയുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതാ ഒരു 3 ടീസ്പൂണ് 3-4 ടീസ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ആദ്യം ഇടുന്നത്. ഒരു 3 അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് ഇട്ടിട്ടുള്ളത്. അതിട്ട് ഒന്ന് വാടൊന്നും വേണം കേട്ടോ. ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഇല ചേർക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇല അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ പിള്ളേർക്കും ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഒരു ഇത്. സാധാരണ നമ്മൾ ചോറിന് തോരനാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇലക്ക്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലപോലെ കഴിക്കും. അപ്പം ഞാനിതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവും പാറൊക്കെ ടി വിൻ്റെ മുന്നിലിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ടി വി റിമോട്ട് രണ്ടാളും കൂടെ നല്ല ഗംഭീരമായി അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും, നമ്മുടെ എരിവിനനുസരിച്ചിടണം കേട്ടോ മുളക് പൊടി. നമ്മുടെ എരിവ് നമുക്കറിയാമല്ലോ ഏകദേശം. അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ നല്ലപോലെ അതിൻ്റെ ഉരുളക്കിഴങ്ങും അതൊക്കെ വെന്തടിയും. അധികം ലോ ഫ്ലെയിമിൽ വെക്കണം. ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അത് വെന്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു. ഇതേപോലെ വെന്ത് കഴിഞ്ഞ ശേഷം നല്ലപോലെ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉടച്ചു കൊടുക്കാറുണ്ട്. നോർമലി അതാരും ഉടച്ചു കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഉടച്ചു കൊടുക്കും. ഇവിടെ ഉടച്ചു കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അംചൂർ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉണക്ക മാങ്ങയുടെ പൊടി ഉണ്ടല്ലോ, മാങ്ങ ഉണക്കിയിട്ട് പൊടിച്ച ആ ഒരു പൊടിയും കൂടെ ചേർത്ത് എൻ്റെ സബ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും അതുമാണ് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. രാത്രിത്തേക്ക് വേണ്ടി ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ലവ് യു ഓൾ, ടാറ്റാ.